നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ബയേൺ മ്യൂണിക്ക് ആഴ്സണലിനെ നേരിടുന്നത് ആഴ്സണലിൻ്റെ മൈതാനത്താണ്. നിലവിൽ ബയേൺ അത്ര മികച്ചൊരു ഫോമിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് മുമ്പ് പലവട്ടം ആഴ്സണലിന് പണി കൊടുത്ത ചരിത്രമുണ്ട് ബയേണിന്. അതുകൊണ്ട് തന്നെ ആ ഒരു ചരിത്രം അത് തങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്, തങ്ങൾക്ക് യൂസിലിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് ഇന്നലെ തോമസ് ടൂഷൽ പറഞ്ഞത്. എന്നാൽ സംഗതിയൊക്കെ ശരിയാണ്, പഴയ ഹിസ്റ്ററിയൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആയി എന്ന് തെളിയിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് എന്നും മൈക്കൽ ആർട്ടിറ്റയും പറയുന്നു. കടുത്ത പോരാട്ടത്തിനുള്ള വഴി ഒരുങ്ങി എന്നർത്ഥം. നമ്മൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഘട്ടമെത്തുമ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ ആരിറങ്ങും ആര് നേടും നമ്മുടെ വീഡിയോ സീരീസ് പുനരാരംഭിക്കുകയാണ്. ഒരു പ്രഡിക്ഷനും ഒരു പ്രോബിൾ ലൈനപ്പും ഒക്കെയാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോബിൾ ലൈനപ്പിൽ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്ന പ്രകാരം ആഴ്സണലിൻ്റെ ലൈനപ്പ് ഇങ്ങനെയാവാം: റയ, വൈറ്റ്, സാലിബ, ഗബ്രിയേൽ, ടോബിയാസു, റൈസ്, ഒഡേഗാർഡ്, ഹാവേഴ്സ്, സാക്ക, ഹീസസ്, മാർട്ടിനെല്ലി. ഇനി ബയേണിൻ്റെ കാര്യത്തിൽ സാറ് നീ ഇഞ്ചുറി പുറത്താണെന്ന് പറയുന്നു. കോമന് തൈ പ്രശ്നമുണ്ട്, ഡൗട്ട്ഫുൾ ആണെന്ന് പറയുന്നു. ന്യൂ ഇയർക്ക് മസിൽ പ്രോബ്ലം, അതുപോലെ തന്നെ പൗലോവിച്ചിന് ഇൽനെസ് ഉണ്ട്. അതൊക്കെ ഡൗട്ട്ഫുൾ ആണ്, പക്ഷേ പൂർണ്ണമായിട്ടും റൂൾഡ് ഔട്ട് അല്ല എന്നാണ് യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത്. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ വിവരങ്ങൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേതാണ്. അപ്പോൾ ബയേൺ ഒരു പക്ഷേ ഇങ്ങനെ ഇറങ്ങിയേക്കാം: ന്യൂ ഇയർ, കിമ്മിച്ച്, ഡീലൈറ്റ്, ഡിയർ, ഗൊറീറോ, ലൈമർ, ഗോററ്റ്സ്ക, സാനെ, മുസിയാല, കോമൻ, ഹാരി കെയ്ൻ ഈ രൂപത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ യുവേഫ പറയുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ കളിക്കളത്തിൽ കണ്ടറിയേണ്ടതാണ്. ഈ രണ്ട് ടീമുകളും തമ്മിൽ ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. ആർട്ടിറ്റ വന്നതോടെ ആഴ്സണലിൻ്റെ ഫുട്ബോൾ കൾച്ചർ തന്നെ മാറിപ്പോയി എന്നാണ് തോമസ് ടൂഷൽ പറയുന്നത്. എന്നാൽ ടൂഷലിനോട് തനിക്ക് വലിയ ബഹുമാനമുണ്ട്, താൻ ഏറെ ബഹുമാനിക്കുന്ന കോച്ചാണ് ടൂഷൽ എന്നും അദ്ദേഹത്തിൽ നിന്ന് താൻ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുമാണ് ആർട്ടിറ്റ പറയുന്നത്. സംഗതിയൊക്കെ രണ്ടുപേരും മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് നിൽക്കുന്നത് എന്നർത്ഥം. എന്തായാലും ഇന്നൊരു തീ പറക്കുന്ന പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ആര് വിജയിക്കും അതൊരു ചോദ്യമാണ്. നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നതിനൊന്നും വലിയ അർത്ഥമില്ലെന്നറിയാം. കാരണം 90 മിനിറ്റ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനാണല്ലോ പ്രാധാന്യം. എങ്കിലും സുപ്രധാന മത്സരങ്ങൾ നടക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ ആവേശത്താൽ പ്രഡിക്ഷനും മറ്റു ചർച്ചകളും ഒക്കെ നടത്തും. റാഫ് ടോക്സിന്റെ ഒരു പ്രഡിക്ഷൻ: ആഴ്സണൽ ഇന്ന് സ്വന്തം മൈതാനത്ത് ബയേണിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തുമെന്നാണ്. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള പ്രഡിക്ഷൻസ് ഉണ്ടാവും. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.